ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ ഒരു പുതിയ വർഷം വരാൻ പോവുകയാണ്. 2025 എന്നൊരു വർഷത്തിൽ തന്നെ ഒരു ജോലി നേടി മൊത്തത്തിൽ അങ്ങ് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ചാൻസസ് ഉണ്ടല്ലേ. നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന 3 സെക്ടേഴ്സ് ആണ് നമ്മുടെ SSC എക്സാംസുകൾ, സ്റ്റാഫ് സെലക്ഷൻ എക്സാംസുകൾ, അത് കഴിഞ്ഞ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ RRB എക്സാംസുകൾ, അത് കഴിഞ്ഞ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് ബാങ്കിങ് എക്സാംസ്. നമ്മൾ പൊതുവെ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോഴേ ഈ 3 ഫീൽഡാണ് നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തുന്നത്. അപ്പോൾ ബാങ്കിങ്ങിലേക്ക് പോകാൻ പലരും കുറച്ച് തടസ്സങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്രൈറ്റീരിയ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് SSC RRB ആയിട്ട് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ +2 കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണെങ്കിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളുക, ബാങ്കിങ് സെക്ടർ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നല്ല സാലറിയിൽ ഒരു ക്ലറിക്കൽ രീതിയിൽ തന്നെ ഒരു അസിസ്റ്റന്റ് പോസ്റ്റിൽ ഒരു സുഖമായ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഏതിലുണ്ടാവുന്നത്, നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബാങ്കിങ് എക്സാംസ്, പുതിയൊരു വർഷം ആയതുകൊണ്ട് തന്നെ ബാങ്കിങ് എക്സാംസിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാം, കാരണം ഇനി നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. അപ്പൊ അതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഇനി തൊട്ട് SSC RRB ബാങ്ക് എക്സാം എന്നാണ് നമ്മുടെ പേര് തന്നെ, ദിശ അക്കാഡമി SSC RRB ബാങ്കിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പുതിയൊരു വർഷം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിനെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഇനി നല്ലൊരു കരിയർ ബാങ്കിങ്ങിൽ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരാം. എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ബാങ്കിങ് എക്സാംസിന്റെ ഒരു ഫ്രണ്ട് ലൈനിൽ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് കുറച്ച് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. 2 ടൈപ്പ് ഓഫ് ബാങ്ക് എക്സാംസ് ആണ് പൊതുവേ ഉണ്ടാവാറുള്ളത് അല്ലേ. ബാങ്കിങ് എക്സാംസിൽ 2 ടൈപ്പ് ഉണ്ട്, അതായത് സെൻട്രൽ ഗവൺമെന്റ് ബാങ്ക്സും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് എക്സാംസുകളും നടത്താറുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ഫോക്കസ് എന്താണ്, സെൻട്രൽ ബാങ്ക് എക്സാംസുകൾ ആയിരിക്കുമല്ലോ. കാരണം സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റിന് ഒരു ബാങ്ക് എക്സാംസ് കാണും, തമിഴ്നാടിന് കാണും, ബീഹാറിന് കാണും, ആസം ഓരോ സ്റ്റേറ്റ്സ് എടുക്കുമ്പോഴും അവർക്ക് എല്ലാവർക്കും കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസ് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് എക്സാംസുകൾ കാണും. അതുപോലെ തന്നെയാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഒരുപാട് ബാങ്ക്സ് ഉണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മുടെ ഏതൊരു സ്റ്റേറ്റ് എടുത്താലും എല്ലായിടത്തും പല ടൈപ്പ് ഓഫ് ബാങ്കുകൾ ഉണ്ട് അല്ലേ. നമുക്ക് ഒരുപാട് സെക്ഷനിങ് ഓഫ് ബാങ്ക്സ് ഉണ്ട്. അതിലെല്ലാത്തിലും എന്ത് വിളിക്കാറുണ്ട്, ഓരോ പോസ്റ്റുകൾ വിളിക്കാറുണ്ട്. പലതും നിങ്ങൾ അറിയാതെ പോകുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വരുന്നത് തന്നെ RBI എക്സാംസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, SBI ബാങ്ക് എക്സാം കേട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് നോക്കിയാൽ IBPS ബാങ്ക് എക്സാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് അപ്പുറം ഒരു ബാങ്കിന്റെ വേറൊരു ലോകം കൂടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങളിൽ പലരും എന്ത് ചെയ്യുന്നുണ്ട്, വിട്ടുപോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അതിന്റെ ചെറിയൊരു കാര്യങ്ങളാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ബാങ്ക് എക്സാംസ് സെൻട്രലും സ്റ്റേറ്റ് ബാങ്ക് എക്സാംസും ഉണ്ട്. സെൻട്രൽ ലെവൽ എക്സാംസ് ആയിട്ടാണ് ഏതിനെയൊക്കെ കൂട്ടിയിരിക്കുന്നത്, നമ്മുടെ SBI ഉണ്ട്, IBPS ഉണ്ട്, RBI ഉണ്ട്, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിലെല്ലാം നമുക്കറിയാം സെൻട്രൽ ബാങ്ക്സിലൊക്കെ നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആണ്. അത്രത്തോളം ഹൈ സാലറി പാക്കേജിലാണ് ഇത് വരുന്നത്, എല്ലാ എക്സാംസും വരുന്നത്. നല്ല സുഖ ജോലിയാണെന്ന് പറയുന്നെങ്കിലും എല്ലാ ജോലികൾക്കും ഉള്ള പോലെ തന്നെ എന്തുണ്ട്, വർക്ക് പ്രഷർ എവിടെയും ഉണ്ട്, ബാങ്കിങ് സെക്ടേഴ്സിലും ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ബാങ്കിങ് സെക്ടേഴ്സിനെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള ഒരു നല്ല ചാൻസ് ആണ് ഇനി 2025 എന്ന് പറഞ്ഞൊരു വർഷം. പുതിയൊരു കലണ്ടർ റിലീസ് ചെയ്യാണ്, നല്ല അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് എക്സാംസിൽ വരുന്ന ഏതാണ്, ഇപ്പോൾ കേരള കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, ആസാം കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, സൗത്ത് ഇന്ത്യയുടെ ബാങ്കുകളുണ്ട്, അത് കഴിഞ്ഞ് ഈ പറയുന്ന ഫെഡറൽ ബാങ്ക്സ് ഒക്കെ പോലെയുള്ള അതർ പബ്ലിക് നമ്മുടെ പ്രൈവറ്റ് ബാങ്ക്സുകളുണ്ട്. അതുപോലെ ഓരോ സ്റ്റേറ്റിനും അവരുടേതായ ബാങ്ക് എക്സാമുകളുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു പടി എപ്പോഴും മുന്നിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. സെൻട്രൽ ബാങ്ക് ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്തുണ്ട്, സെൻട്രലിന്റെ ഒരു കീഴിൽ വരുന്ന ഏതൊരു ജോലി ആയാലും അതിന് അതിൻ്റെതായ അലവൻസുകളും അതിന് അതിൻ്റെതായ സാലറി പാക്കേജും കരിയർ ഗ്രോത്തും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എയിം ചെയ്യുമ്പോൾ എവിടെ നോക്കുക, സെൻട്രൽ ബാങ്കുകളെ നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത ബാങ്ക്സ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ബാങ്ക്സ് എവിടെയാണ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് വരുന്നത്. ലൈക്ക് അതർ ഡിപ്പാർട്ട്മെന്റ്സ്, ബാങ്ക് ഓൾസോ റിക്രൂട്ട് സ്റ്റാഫ് ഫോർ വേരിയസ് പോസ്റ്റ്. ഒരുപാട് പോസ്റ്റുകളുണ്ട് കേട്ടോ, 1-2 പോസ്റ്റ് അല്ല, എല്ലാ എക്സാംസുകളും. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ SSC നടത്തുന്നു, RRB നടത്തുന്നു, അവരെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത് എക്സാമുകൾ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടാണ് ഒരു മിനിസ്റ്റീരിയൽ പോസ്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കമ്പയർഡ് ഹയർ സെക്കൻഡറി പോലെ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ പോലെ ഒരു എക്സാമാണ് നടത്തുന്നത്. പക്ഷെ അതുപോലെ അല്ല ബാങ്ക്, ഇയർലി എപ്പോഴും വിളിക്കാറുണ്ട്. ഒരു മുടക്കവും വരുത്താതെ അവർ കൃത്യമായ രീതിയിൽ തന്നെ ബാങ്കിന്റെ വാക്കൻസീസ് ഇട്ട് തന്നെ അവർ എന്ത് ചെയ്യാറുണ്ട്, നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫുൾ ഗ്യാരണ്ടിയാണ് ബാങ്കിങ് എക്സാം തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ബാങ്കുകൾ, 1-2 ബാങ്കാണ് നമ്മുടെ മുന്നിൽ തന്നെ ഉള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ചുറ്റുപാടും എത്രത്തോളം ബാങ്കുകളാണ്. ആ ബാങ്കുകളിലെല്ലാം എന്തും ചെയ്യുന്നുണ്ട്,
നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി അടുത്ത എവറി ഇയർ മെനി ബാങ്കിങ് ഓർഗനൈസേഷൻ ലൈക്ക് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ, ഈ IBPS എന്ന് പറയുന്ന ഈ ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറയുന്ന അവരാണ് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് നടത്താറുള്ളത്. പൊതുവെ IBPS ആണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ റീജിയണൽ റൂറൽ ബാങ്കിനും നോർമൽ ബാങ്കുകളിലൊക്കെ റിക്രൂട്ട്മെന്റ് ക്ഷണിക്കുന്ന അവരായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനത്തെ കുറെ എക്സാംസ് വിളിക്കാറുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ബാങ്ക് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, SBIയുടെ ക്ലറിക്കൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബമ്പർ വാക്കൻസിയോടെയാണ് ഇപ്പൊ SBI ക്ലർക്ക് വിളിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതൊക്കെ കഴിഞ്ഞ് റിസർവ് ബാങ്കും സെപ്പറേറ്റ് ബാങ്കിങ് നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. അങ്ങനെ ഓരോ സെക്ഷനിങ് ആയിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ചാൻസ് ആണ് ബാങ്കിങ് ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ SSC ആയാലും RRB ആയാലും ബാങ്ക് ആയാലും നമ്മളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളിൽ ഏറ്റവും നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ചുമ്മാ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനും അല്ല. ഇത്രയും നല്ലൊരു ലൈഫ് സെറ്റിലാക്കി തരണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗ്രാജുവേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾക്കാരെ മാത്രം എന്തിലേക്ക് ക്ഷണിക്കാറുള്ളൂ, ബാങ്കിലേക്കും SSC RRB പോലുള്ള എക്സാംസുകളിൽ എടുക്കും. അതുകൊണ്ടാണ് അതിന് ഓരോ ടയർ എന്ന് പറഞ്ഞ് എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എനി ഗ്രാജുവേറ്റ്സ് ക്യാൻ അപ്ലൈ. ഏതൊരു ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ബാങ്ക് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ചിലപ്പോൾ BCom പഠിച്ചവർക്കോ അല്ലെങ്കിൽ ഫിനാൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, എല്ലാ ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ബാങ്കിങ്ങിൽ വരുന്നത്. നമുക്ക് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നി SSCയിലേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ RRBയിലേക്ക് ഇറങ്ങാം. അതിനൊപ്പം ഇറങ്ങാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ബാങ്കിങ്. അത്യാവശ്യം മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു ഫീൽഡാണ് ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു ഇൻട്രസ്റ്റ് നിങ്ങൾ കാണിക്കണം. പിന്നെ എന്താണ്, ഏറ്റവും എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. ഏതൊരു ബാങ്കിൽ നിങ്ങൾ കയറണമെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് എക്സ്പീരിയൻസ് ചോദിക്കില്ല. ചില ബാങ്ക്സിന് ചിലപ്പോൾ ചോദിച്ചാലും ഏറ്റവും മെജോറിറ്റി ഓഫ് ബാങ്കിങ് എക്സാംസുകൾ എടുത്താലും അതിലൊന്നും എക്സ്പീരിയൻസിന്റെ ആവശ്യം അവർ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കയറിയിട്ട് അവിടെ നിന്ന് അവർ എന്ത് ചെയ്യും, ട്രെയിനിങ് തരെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ എക്സാംസ് പാസ്സായി നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, എക്സ്പീരിയൻസിന്റെ അവിടെ നിന്ന് തന്നെ അവർ ട്രെയിനിങ് നടത്തി തന്നെയാണ് വിടുന്നത്. പിന്നെ എന്താണ്, നമ്മുടെ സാലറിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ ഒരു മിനിമം സാലറിയാണ് വെച്ചിട്ടുള്ളത്. 30,000 to 50,000 എന്ന് പറയുന്ന ഒരു സാലറി പാക്കേജ് ഏതൊരു എക്സാമിനും ഉണ്ടായിരിക്കും. പ്ലസ് ഈ 50,000 പ്ലസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ RBIയുടെ ഒക്കെ എക്സാം പാസ് ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ 1 lakh എബോവ് ആണ്. എബോവ് 1 lakh ആണ് നമ്മുടെ സാലറി പാക്കേജിങ് വരുന്നത്. സ്പെഷ്യലൈസ്ഡ് ഓഫീസർ പോലെയുള്ള പോസ്റ്റുകൾക്ക് നമുക്ക് നല്ല സാലറി പാക്കേജാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ 1,00,000 പുറത്ത് സാലറി എല്ലാ ബാങ്കിന്റെ മെയിൻ എക്സാംസുകൾക്കും കിട്ടാറുണ്ട്. ഓക്കെ, നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം, അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ ടൈമും എനർജിയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാം ക്വാളിഫൈ ആവണമെങ്കിൽ നല്ലൊരു സാലറി പാക്കേജാണ് അവർ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നതെന്ന കാര്യം ആലോചിക്കുക. പിന്നെ എന്താണ്, ഇയർലി റിക്രൂട്ട്മെന്റ് എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഇതിന്റെ ഓരോ നോട്ടിഫിക്കേഷൻ ഓരോ പോസ്റ്റും എടുത്തെടുത്ത് തന്നെ അവർ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. ഇയർലി തന്നെ എല്ലാം, പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, ഇന്റർവ്യൂ ആയിക്കോട്ടെ, സെലക്ഷൻ ആയിക്കോട്ടെ, എല്ലാം ഒരു വർഷത്തിൽ അവരെന്ത് ചെയ്യും, കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കും. അത് അവരുടെ ഒരു ഗുഡ് പോയിന്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഘട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഈ 3 സ്റ്റേജസ് ആണുള്ളത്. നമുക്ക് വരുന്ന മെയിൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും വേക്കൻസി വിളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫിൽറ്റർ ചെയ്താണ് അവർ ആളുകളെ എടുക്കുന്നത്. ആവശ്യമില്ലാത്ത ആരെയും അവർ എടുക്കുന്നില്ല. ആദ്യം പ്രിലിംസ് ക്വാളിഫൈ ആവണം, പിന്നെ മെയിൻസ് ക്വാളിഫൈ ആവണം. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ സെക്ഷൻസ് ഉള്ള കുറച്ച് എക്സാംസുകൾ, കുറച്ച് ക്ലറിക്കൽ പോസ്റ്റിനൊന്നും എന്തില്ല, ഇന്റർവ്യൂ സെക്ഷനിങ് ഇല്ല കേട്ടോ. ബാക്കിയുള്ള മെയിൻസിനാണ് നമുക്ക് ഇന്റർവ്യൂ സെക്ഷൻ വരുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞ ഒരു കടമ്പയാണ് നമുക്ക് മെയിനായിട്ട് കടക്കാനുള്ളത് എന്നുള്ളൊരു കാര്യം മൈൻഡിൽ ഉണ്ടായിരിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അഡീഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി. കാരണം അത്രയും നല്ല സാലറി, അത്രയും നല്ല വർക്ക് അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ജോബ് സെക്യൂർഡ് ആണ് നമ്മുടെ. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾക്കറിയാം എല്ലാ സ്റ്റേറ്റ്സ് എടുത്താലും എവിടെ എന്തുണ്ടായിരിക്കും, ഒരു ബാങ്കിന്റെ യൂണിറ്റ്സുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് എവിടെ വേണോ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. ഇത്ര വർഷം ഒരിടത്ത് പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ പോലെയുള്ള പല കാര്യങ്ങളും ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതൊരു പോസിറ്റീവും ആണ്, ഒരേ സമയം നെഗറ്റീവും ആണ്. നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ജോബ് എന്ന് പറയുമ്പോൾ അതെല്ലാം രീതിയിലും പ്ലസ് പോയിന്റ് ആയിരിക്കണം എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. എല്ലാത്തിലും എന്തുണ്ട്, അതിൻ്റെതായ നെഗറ്റീവ് വശങ്ങൾ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, പോസിറ്റീവിനെ മുൻതൂക്കമായിട്ട് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, അവിടെ വർക്ക് ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എന്നും നമ്മുടെ നല്ലൊരു സാലറി, നല്ലൊരു ജീവിതം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിക്കേണ്ടത്. വർക്ക് പ്രഷേഴ്സ് ഒക്കെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും.
അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, പല തടസ്സങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. എപ്പോഴും നിങ്ങളുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്ത് നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ജോബ് സെക്യൂർഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, കരിയർ ഗ്രോത്ത് ഉണ്ട് കേട്ടോ. കരിയർ ഗ്രോത്ത് ഇപ്പോൾ ഈവൻ നിങ്ങൾ ക്ലർക്കൽ പോസ്റ്റിലാണ് കയറുന്നെങ്കിൽ പോലും പല രീതിയിലുള്ള ഇന്റേണൽ പ്രൊമോഷൻസും അതുപോലെ തന്നെ ഇന്റേണൽ ടെസ്റ്റുകൾ എക്സാമിനേഷൻസും ഒക്കെ കണ്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് പല രീതിയിൽ പോസ്റ്റുകളിലേക്കാം, ഈവൻ മാനേജർ വരെ എത്താനുള്ള, ഡയറക്ടർ മാനേജർ പോലെയുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് കയറിയെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 30 ഇയേഴ്സ് വരെയാണ്. 18 to 30 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. അതിൽ എല്ലാ എക്സാംസിനും 18 to 30 ഇയേഴ്സ് അല്ല, അത് മാറും കേട്ടോ. ഓരോ എക്സാം അനുസരിച്ച് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന ബോഡി അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ PO എക്സാമിന് പൊതുവേ പറയുന്ന കാറ്റഗറൈസേഷൻ 20 to 30 വയസ്സ് വരെയാണ്. 20 to 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, ബാക്കിയുള്ള എക്സ് സർവീസ്മാന് 3 വർഷം. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിഡോ, ഡൈവോഴ്സ് അവർക്കൊക്കെ ഏകദേശം 40 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കി ഓരോ എക്സാം നോട്ടിഫിക്കേഷനും വരുമ്പോൾ ഇനി എന്ത് ചെയ്യുക, ബാങ്കിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വിക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിൽ 20 to 28 വയസ്സാണ്. PO കുറച്ചും കൂടെ നമ്മുടെ ക്ലറിക്കലിനെക്കാളും കൂടുതൽ പോസ്റ്റാണ്. അതുകൊണ്ടാണ് POയ്ക്ക് 30 വയസ്സും ക്ലറിക്കിന് 28 വയസ്സ് വരെയും പറയുന്നത്. ഇനി ചിലതിലൊക്കെ 18 to 28 എന്നും 18 to 30 ഇയേഴ്സ് വരെയൊക്കെ ഉണ്ട്. അതെന്ന് പറയുന്നത് IBPS നടത്തുന്ന IBPS നമ്മുടെ ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ നടക്കുന്ന IBPS POയിലൊക്കെ IBPS PO എന്ന് പറയുമ്പോൾ RRB PO എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. RRB റീജിയണൽ റൂറൽ ബാങ്കിലേക്ക് PO സെലക്ഷൻ നടത്താറുണ്ട് അവർ. അതിലൊക്കെ 18 to 20 ഇയേഴ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ക്ലറിക്കൽ പോസ്റ്റും PO പോസ്റ്റിലും ഒക്കെ 18 to 28, 18 to 30 എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസേഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അനലൈസ് ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ നോക്കേണ്ട മെയിൻ കാര്യം എന്തൊക്കെയാണ് മെയിൻ എക്സാം, എത്ര എക്സാംസാണ് നടത്തുന്നത്. നമുക്ക് SSCയിൽ പറയാൻ പറ്റുന്ന പോലെ RRBയിൽ പറയാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് മെയിൻ എക്സാംസുകൾ ബാങ്കിങ്ങിലും പറയാൻ പറ്റും. ഏതൊക്കെയാണ് എക്സാംസ് എന്ന് ചോദിച്ചാൽ മെയിനായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരുന്ന ഏതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ SBIയുടെ എക്സാംസുകളുണ്ട്. അത് കഴിഞ്ഞ് IBPS ആ ബാങ്കിങ് പേഴ്സണൽ നടക്കുന്ന എക്സാംസുകളുണ്ട്. അത് കഴിഞ്ഞ് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്ന എക്സാംസുകളുണ്ട്. പിന്നെ നമ്മുടെ നബാർഡ് എന്ന് പറയുന്ന അത് നടത്തുന്ന എക്സാം, അഗ്രികൾച്ചർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവർ നടത്തുന്ന എക്സാംസ്, അഗ്രികൾച്ചർ ബാങ്ക് നടത്തുന്ന എക്സാംസുകളുണ്ട്. അത് കഴിഞ്ഞ് ഈ പറയുന്ന IDBI, SIDBI, SEBI എന്നൊക്കെ പറയുന്ന എന്താണ് കുഞ്ഞു കുഞ്ഞു ബാങ്ക്സുകളുണ്ട്, ചോട്ട ബാങ്ക്സുകളുണ്ട്. അവരെല്ലാം കുഞ്ഞു കുഞ്ഞു ബാങ്ക് എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. അവർ വർക്ക് ചെയ്യുന്ന കൃത്യമായ കുറേ സാധനങ്ങളുണ്ട്. സ്മോൾ ഇൻഡസ്ട്രിയൽ ബാങ്ക്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ബാക്കിയുള്ള അതർ സെക്ടർ ഓഫ് ബാങ്കുകളുണ്ട്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസുകൾ കണ്ടക്ട് ചെയ്ത് പല പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. പിന്നെ ഈ പറയുന്ന ECGC, NIACL, NICL ഇതെല്ലാം എന്താണ്, നമ്മുടെ ന്യൂ ഇന്ത്യ അഷുറൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നൊക്കെ പറയുന്നത് ഇൻഷുറൻസ്. ഇത് ഇത്രയും വരുന്നത് ഇൻഷുറൻസ് സെക്ടറിലാണ്. നമ്മൾ നോർമലി നോക്കുമ്പോൾ ബാങ്കിങ് എക്സാംസ് എന്ന് പറയുമ്പോൾ ബാങ്ക് എക്സാംസ് മാത്രമല്ല, ബാങ്കിന്റെ ഫിനാൻസ് എക്സാംസ് മാത്രമല്ല, ഇൻഷുറൻസ് സ്കീമിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബാങ്കിങ് എക്സാംസിലാണ് കൂടുന്നത്. അപ്പോൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ്, ക്ലറിക്കൽ പോസ്റ്റ് ഒക്കെ അവരും വിളിക്കാറുണ്ട്. ഇതെല്ലാം ഏതിലാണ് വരുന്നത്, ബാങ്കിങ് എക്സാംസിൽ വരുന്നത്. വർഷത്തിൽ ഒരിക്കൽ അവർ വിളിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പുമാണ്. അപ്പോൾ എത്ര എക്സാംസാണ് നിങ്ങൾക്ക് വരുന്നതെന്നുള്ള കാര്യം ആലോചിക്കുക. ഓരോന്നാണ്. IDBI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. SIDBI എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. SEBI എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ബാങ്കുകളുണ്ട്. ECGC എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഇൻഷുറൻസ് ആണ്, എക്സ്പോർട്ടിന് വേണ്ടിയുള്ള ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു സെക്ടർ ഓഫ് ബാങ്ക് ആണ്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. NIACL എന്ന് പറഞ്ഞാൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. NICL എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇതെല്ലാം ഇൻഷുറൻസ് കോർപ്പറേറ്റഡ് വെച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ GIC ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്, നമ്മുടെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവരും പാർട്ടി വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അതർ ബാങ്ക് എക്സാംസുകളുണ്ട്. ഈ പറയുന്ന SBIയും IBPSും RBIയും അല്ലാതെ അതർ ബാങ്കുകളില്ലേ, കാനറ ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക് ഉണ്ട്, ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, സെൻട്രൽ ബാങ്ക് ഉണ്ട്. അങ്ങനെ എത്ര ബാങ്ക്സാണ് ഉള്ളത്. എല്ലാത്തിലും എന്ത് വിളിക്കാറുണ്ട്, ഇത്രയും പോസ്റ്റുകളിലേക്ക് വിളി വരാറുണ്ട്. PO പ്രൊബേഷണറി ഓഫീസർ, SO സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, ഈ എല്ലാ എക്സാംസും എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ വീണ്ടും കൺവേർഷൻ ഉണ്ടെന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈവൻ നമ്മൾ RRB എടുത്താലും SSC എടുത്താലും അതിനേക്കാളും കൂടുതൽ എക്സാംസ് ഏതിനും ഉണ്ട്, ബാങ്കിനും ഉണ്ടെന്ന കാര്യമാണ്. SBIയുടെ തന്നെ PO വിളിക്കാറുണ്ട്, പ്രൊബേഷണറി ഓഫീസർ. SBIയുടെ തന്നെ SO വിളിക്കാറുണ്ട്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. SBIയുടെ തന്നെ ക്ലറിക്കിനെ വിളിക്കാറുണ്ട്, ക്ലറിക്കൽ ഓഫീസർ.
ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്കൊക്കെ വിളിക്കാറുണ്ട്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് വിളിക്കാറുണ്ട്. മാനേജർ, അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ഉണ്ട്, മാനേജർ പോസ്റ്റ് ഉണ്ട്, ഡയറക്ടർ പോസ്റ്റ് ഉണ്ട്. അങ്ങനെ എത്ര പോസ്റ്റുകളാണ് ഓരോന്നിലും അവർ എടുത്തെടുത്ത് വിളിക്കുന്നതെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ ചാൻസ് ബാങ്ക് ഒരുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ബാങ്കിങ് എക്സാംസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലോ? അപ്പോൾ നമ്മൾ എന്നെങ്കിലും ഒരു ട്രൈ ചെയ്യുക എന്നുള്ളൊരു സംഭവം നമുക്കിപ്പോൾ ഈ വയസ്സെന്ന് പറയുമ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പറ്റുന്ന 20 to 28 ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ടൈം, അല്ലെങ്കിൽ 20 to 30 ഇയേഴ്സ് എന്ന് പറഞ്ഞ ടൈമിനുള്ളിൽ നമുക്ക് പറ്റുന്ന എക്സാംസ് ഒക്കെ എഴുതി നോക്കുക. നമുക്ക് എവിടെയാണ് ഭാഗ്യം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മനസ്സിലാക്കിക്കോളുക. ഇനി അതർ ബാങ്ക് എക്സാംസ് ഒന്ന് ശ്രദ്ധിച്ചേ. അതർ ബാങ്ക് എക്സാംസ് വന്ന് നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഇതൊക്കെ. ഇത് പബ്ലിക് സെക്ടർ ബാങ്ക് മാത്രമാണ്. ഇനി അടുത്ത് എന്തുണ്ട്? പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്. അത് നമ്മൾ കൂട്ടുന്നില്ല. കാരണം എന്താ? പബ്ലിക് സെക്ടറാണ് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന ആയതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നുള്ളതാണ്. ഇതെല്ലാം വിളിക്കാറുണ്ട്. എവരും എന്ത് ചെയ്യാറുണ്ട്? ബാങ്ക് ഓഫ് ബറോഡ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിളിക്കാറുണ്ട്, പ്രൊബേഷണറി ഓഫീസർ വിളിക്കാറുണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ വിളിക്കാറുണ്ട്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വിളിക്കാറുണ്ട്, കാനറ ബാങ്ക് വിളിക്കാറുണ്ട്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വിളിക്കാറുണ്ട്, ഇന്ത്യൻ ബാങ്ക് വിളിക്കാറുണ്ട്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് വിളിക്കും. ഇതെല്ലാം എന്താണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണ് വരുന്നത്. അതെല്ലാം ബാങ്ക് വിളിക്കാറുണ്ട്. പഞ്ചാബ് സിന്ധ് ബാങ്ക് വിളിക്കാറുണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബിൽ മാത്രമാണുള്ള അല്ല, നമുക്ക് അല്ലാത്ത സ്ഥലങ്ങളിലും ഈ നാഷണൽ ബാങ്കുകളുണ്ട്. അപ്പം നമുക്ക് എവിടെ വേണോ ജോലി കിട്ടും. ഈവൻ കേരള എന്ന് പറയുന്ന ഒരു സ്ഥലമായിരിക്കും നമ്മൾ നോർമലി വെക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴും എക്സാംസിൻ്റെ ഒപ്പം എന്തും കൂടെ കാണും, റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് കാണും, റീജിയണൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കാണും, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കാണും. അതിൽ നമ്മൾ പാസ്സാവണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കും വെക്കുന്നത്? കേരളയുടെ ആയിരിക്കും. എല്ലാ പ്രാവശ്യവും കേരളയ്ക്ക് വാക്കൻസി വെക്കാറുണ്ട്. അതെല്ലാം നടക്കുന്ന കാര്യമാണ്. നമ്മൾ ഒന്നും ഇല്ലാന്നൊന്നും വിചാരിച്ചിരിക്കരുത്. മാക്സിമം നമ്മൾ കൊടുക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, UCO ഉണ്ട്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സ് വിളിക്കാറുണ്ട്, അഗ്രികൾച്ചർ ബാങ്ക് ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ ഗ്രാമീൺ ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ വിളിക്കാറുണ്ട്. എല്ലാം നമുക്കുള്ള ചാൻസുകളാണ് ബാങ്കിങ് സെക്ടറിൽ. അപ്പോൾ എന്താണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഏജ് മനസ്സിലാക്കുക, ഇത്രയും പോസ്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഒപ്പം എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത എക്സാം ഇൻ ദ ബാങ്കിങ് സെക്ടർ ജനറലി കണ്ടക്റ്റഡ് ഇൻ 2 പൊസിഷൻ. മെയിൻ ആയിട്ടുള്ള 2 പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന് ക്ലറിക്കൽ പോസ്റ്റ് ആണ്, പിന്നെ വരുന്നത് ഓഫീസർ പോസ്റ്റ് ആണ്. ഓഫീസറിലാണ് പ്രൊബേഷണറി ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, അസിസ്റ്റന്റ് മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓഫീസർ പോസ്റ്റിംഗ് ആണ്. സ്കെയിൽ 1 പോസ്റ്റുകളാണ്. ബാക്കി ക്ലറിക്കാണ് പിന്നെ നിൽക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലറിക്കിന്റെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 25,000 to 35,000 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഓരോ സ്കെയിൽ അനുസരിച്ച് ഇതിൻ്റെ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി 2 നമ്മുടെ നോർമൽ ക്ലറിക്ക് ആണെങ്കിൽ എന്താണ്? 2 ടയർ പ്രോസസ് ആണ്. അതുകൊണ്ടാണ് ക്ലറിക്കൽ പോസ്റ്റിന് എത്രയാണ്? 2 ടയറേ ഉള്ളൂ. ഇന്റർവ്യൂ ഇല്ല, പ്രിലിംസും മെയിൻസും മാത്രമേ ഉള്ളൂ. അതേസമയം സ്കെയിൽ 1 ഓഫീസർ റാങ്കിങ്ങിലുള്ള എല്ലാ എക്സാംസിനും എന്തുണ്ട്? 3 ടയർ പ്രോസസ് ഉണ്ട്, പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ക്ലറിക്കിന് മാത്രമേ ഇന്റർവ്യൂ ഇല്ലാണ്ടുള്ളൂ. ബാക്കി എല്ലാ ഓഫീസർ റാങ്കിങ്ങിൽ വരുന്ന എല്ലാ എക്സാമും ഗ്രേഡ് ബി അസിസ്റ്റന്റ് പോസ്റ്റ് ആയാലും എന്ത് പോസ്റ്റ് ആയാലും എന്തുണ്ട്? നിങ്ങൾക്ക് ഇന്റർവ്യൂ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇനി എന്താണ് പഠിക്കേണ്ടത്? ബാങ്ക് ആകുമ്പോൾ നമുക്ക് നോർമലി SSC ആകുമ്പോൾ അറിയാം, SSC RRB ആകുമ്പോൾ ഇന്ന സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത്. അതുപോലെ ബാങ്ക് നിങ്ങൾ ഇനി ആലോചിച്ചിരിക്കുക, എന്താ പഠിക്കേണ്ടത്? ഇംഗ്ലീഷ് പഠിക്കണം, റീസണിങ് പഠിക്കണം, ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന മാത്സ് പഠിക്കണം. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ഈ 3 സബ്ജക്റ്റാണ് നമുക്ക് പ്രിലിംസിൽ വരുന്നത്. എല്ലാ ബാങ്കിങ് എക്സാംസിലും സെയിം സിലബസ് ആണ്. ഇംഗ്ലീഷ് പഠിക്കുക, മാത്സ് പഠിക്കുക, റീസണിങ് പഠിക്കുക. അതാകുമ്പോൾ നമ്മൾ SSCയിൽ പഠിക്കുന്നതിനേക്കാളും കുറച്ച് അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കുറച്ചും കൂടെ എന്താണ്? അഡ്വാൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അത് നമ്മൾ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. റീസണിങ്ങും മാത്സും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതെന്താണ്? 1 മാർക്കാണ് ഈച്ച് വരുന്നത്. 1/4 ആണ് നെഗറ്റീവ്. 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ എന്താണ്? ഇതിനെന്താണ്? സെപ്പറേറ്റ് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. 20 മിനിറ്റ് വീതം 1 മണിക്കൂറാണ് 100 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിന് 1 മണിക്കൂർ ടൈമാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. പുതിയൊരു വർഷം വരുന്നു, ഇനിയെങ്കിലും ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കി കൃത്യമായി പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വരുന്നത് 20 മിനിറ്റ് വീതം ഈച്ച് എന്ന് പറയുമ്പോൾ ഓരോ സെക്ഷനും അതിൻ്റെതായ സെപ്പറേറ്റ് ചിലപ്പോൾ എന്തുണ്ടായിരിക്കും? കട്ട് ഓഫും കൂടെ കാണും കേട്ടോ. എല്ലാത്തിലും നിങ്ങൾ നല്ല മാർക്ക് മേടിക്കണം. പിന്നെ മെയിൻസ് എക്സാമിന്റെ ഒരു സിലബസ് പാറ്റേൺ ക്ലറിക്കലിനും പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ ഓഫീസർ പോസ്റ്റിനും സെപ്പറേറ്റ് ആണ് കേട്ടോ. ക്ലറിക്കിനും പ്രിലിംസ് എല്ലാത്തിനും സെയിം ആണ്. പക്ഷേ ക്ലറിക്ക് മെയിൻസ് വരുമ്പം എന്തുണ്ട്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ. റീസണിങ്ങും കമ്പ്യൂട്ടറും കൂടെ കയറി വരും. പിന്നെ ജനറൽ എന്ന് പറയുന്ന ജനറൽ നോളജിനകത്ത് എന്തൊക്കെ ഉണ്ട്?
ഫിനാൻഷ്യൽ അവയർനെസ്സും ഉണ്ടായിരിക്കും, ബാങ്കിങ് അവയർനെസ്സും ഉണ്ടായിരിക്കും. ജനറൽ നോളജ് ആണ് GK എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണെങ്കിലും 50 ക്വസ്റ്റ്യൻസ് വരെയല്ലേ, അതിൽ കുറച്ച് എന്തായിരിക്കും നോർമലി ഉള്ള കറണ്ട് അഫേഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് കറണ്ട് അഫേഴ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എന്തായിരിക്കും, ബാങ്കിങ്ങിന് അവയർനെസ്സിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുമല്ലോ, ബാങ്കിങ്ങിന്റെ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, അതിന്റെ ബാങ്കിങ് അവയർനെസ് കാണും. പിന്നെ ഫിനാൻസ്, എക്കണോമിക്സ് പരമായിട്ടുള്ള ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സ്, ഇന്ത്യയുടെ ഇൻഡെക്സുകൾ, അതൊക്കെ പഠിക്കുന്ന ഫിനാൻഷ്യൽ അവയർനെസ്. ഇത് ഇത്രയായിരിക്കും ഏതിൽ വരുന്നത്, ബാങ്കിങ്ങിലെ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്സിൽ വരുന്നത്. അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും. അപ്പൊ നമുക്കിവിടെ വരുന്നത് 190 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന് ചോദിക്കും. എത്ര മിനിറ്റ്, 160 മിനിറ്റ്. 160 പറഞ്ഞാൽ 2 hours 40 minutes എന്ന് പറഞ്ഞൊരു ടൈമിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഓരോ സെക്ഷനും നിങ്ങൾക്ക് മാർക്ക് എന്താണ് ടൈം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 190 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന് എത്ര മണിക്കൂർ, 2 മണിക്കൂർ 40 മിനിറ്റ് ടൈം ഉണ്ട് നിങ്ങൾക്ക്. അതാണ് ക്ലറിക്കൽ പോസ്റ്റിന് വരുന്നത്. ഇനി ക്ലറിക്കലിന് മാറി നമ്മളിപ്പോൾ ഓഫീസർ പോസ്റ്റിലേക്കാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് മെയിൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നോർമലി റീസണിങ്ങും കമ്പ്യൂട്ടർ ഒന്നുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ എന്താണ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പേപ്പർ ഉണ്ടായിരിക്കും. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞുണ്ടായിരിക്കും. പിന്നെ എന്താണ് ജനറൽ, ഇതിലായിരിക്കും മാത്സും കൂടെ വരുന്നത് കേട്ടോ. മാത്സ് പ്ലസ് ആ ഒരു രീതിയിലാണ് വരുന്നത് മാത്സ്. പിന്നെ എന്താണ് ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ്, അതാണ് GK. ഇത് GK ആണ്. ഇവിടെ അഡീഷണലി വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, അതായിരിക്കും വരുന്നത്. കാരണം നിങ്ങൾ ഓഫീസർ റാങ്കിങ്ങിൽ എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാമോ എന്നുള്ളൊരു ടെസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, അതായത് എസ്സേയോ ഈ പറയുന്ന പോലെ പ്രിസൈസോ കോംപ്രഹെൻഷനോ എന്തെങ്കിലും എഴുതാനായിട്ട് പറയും. 2 ക്വസ്റ്റ്യൻസ് കാണും, 25 മാർക്കിന് 30 മിനിറ്റ് നിങ്ങൾക്ക് ടൈമും ഉണ്ടായിരിക്കും. ഈ ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ രണ്ടാമത്തെ സെഷനായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾക്ക് ഓഫീസർ റാങ്കിങ്ങിലേക്ക് വരുമ്പോൾ ഉള്ള ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒരു ബോർഡ് കാണും, ഇന്റർവ്യൂ ബോർഡ് കാണും, നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും പേഴ്സണാലിറ്റിയും ഒക്കെ അറിയാൻ വേണ്ടിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം പ്രിലിംസ് കവർ ചെയ്യുക, മെയിൻസ് കവർ ചെയ്യുക, ഇത്രയും എക്സാംസിന് സെയിം പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. പിന്നെ ബാങ്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിന് താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പുതിയൊരു വർഷത്തിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യുക, ഓരോ എക്സാംസും എടുത്തു വെച്ചാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ഒരു ബേസ് എന്ന രീതിയിൽ ഇത് അറിഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.